ശരീരത്തിലെ ഓരോ അവയവത്തും പോലെ ദൈവത്തോട് എല്ലാ സമയത്തും ബന്ധപ്പെട്ടിരുന്ന ദൈവം തന്റെ ശക്തിയെ അനുസ്യൂതം എനിക്കും നിങ്ങൾക്കും വേണ്ടി അയക്കുവാൻ ഇന്നും തയ്യാറാണ്. അതുകൊണ്ട് ഈ നാക്കോവിന്റെ അവസാനത്തെ സെഷനിൽ ഞാൻ ദൈവസഭയെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവമേ നിങ്ങളിലേക്ക് ഞങ്ങളിതാ മടങ്ങി വരുന്നു. ആ വിഭജിതമായ രീതിയിൽ മാറ്റപ്പെടുവാൻ കഴിയാത്തതുപോലെ നിന്നോട് ചേർന്നിരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണം ആരിലുണ്ടോ അവരിൽ ദൈവത്തിന്റെ ആത്മാവിനെ ചോദിക്കാതെ പോലും പകരുവാൻ ഈ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. ആ ബന്ധമില്ലാതെ കുറച്ച് ശക്തി കൊണ്ട് കുലുങ്ങി വിയർത്തു പോയിട്ട് കാര്യമില്ല പ്രിയരെ. അന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് മുട്ടുമ്പോൾ പറയും, ഞാൻ നിങ്ങളെ അല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഇവിടുത്തെ വിവരിപ്പാൻ നേരമില്ല. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നായിരുന്നെങ്കിൽ ഇപ്പൊ അറിയുന്നില്ലെന്നേ ഉള്ളായിരുന്നു. ആശ്വസിക്കാറുന്ന കർത്താവ് ഒന്ന് ഓർത്താൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ കർത്താവ് പറയുന്നത് I have never known you. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്താ കർത്താവ് പറയുന്നത്? നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ശരിക്കത് ഒക്കുകയും ചെയ്തു, നിന്റെ നാമത്തിൽ വിവിധ വീര്യപ്രവൃത്തികൾ നടത്തി, ഒക്കെ ശരിയാകുന്നേ. എന്റെ നാമത്തിൽ നീ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിന്നെ അറിയുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ I did not have a relationship with you even when you were performing these miraculous deeds in my name. പ്രിയരേ, സ്തോത്രം. സ്റ്റേജ് ഷോ കണ്ടോ, അത്ഭുതങ്ങളുടെ പട്ടിക കണ്ടോ, നാം പ്രാപിച്ചതോ നമ്മളിലൂടെ വെളിപ്പെട്ടതോ ആയ കാര്യങ്ങൾ കണ്ടോ നിത്യതയുടെ കവാടത്തിൽ എത്തുവാൻ കഴിയുകയില്ല എന്ന് ഇന്ന് വരെ വ്യക്തമായി ദൈവത്തിന്റെ സഭ അറിയട്ടെ. ദൈവത്തിന്റെ രാജ്യത്തിന് വാതിലുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കുന്നത് നാം ചെയ്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, എനിക്കും ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവാത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യം, ജീവനില്ലാത്ത വസ്തുക്കളെയും ആത്മാവില്ലാത്ത ജീവികളെയും ദൈവത്തിന്റെ വിരോധിയായ സാത്താനെയും അവന്റെ ദൂതന്മാരെയും പാപികളെയും പോലും ദൈവത്തിന് തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ജീവനില്ലാത്ത വസ്തുക്കളെ, മോശയുടെ കയ്യിലെ വടി, യേശു ദേവാലയത്തിൽ കടന്നപ്പോൾ കയ്യിലെടുത്ത കയർ, ആത്മാവില്ലാത്ത ജീവികൾ, പഴയ നിയമത്തിലെ സംസാരിക്കുന്ന കഴുത, പിന്നെ എത്രണ്ണമുണ്ട്, സിംഹമുണ്ട്, കരടിയുണ്ട്, ഒത്തിരി പേരുണ്ട്. പുതിയ നിയമത്തിലും അതുപോലെ ആത്മാവില്ലാത്ത പ്രാണികൾ. 3, സാക്ഷാൽ സാത്താനെ പോലും എന്ത് ചെയ്യാം, ദൈവത്തിന് ഉപയോഗിക്കാം. പൗലോസിനെ നിഗളിച്ച് പാപം ചെയ്ത് കൃപയിൽ നിന്നും വീണുപോകാതിരിപ്പാൻ കുത്താൻ ആരെ ഏൽപ്പിച്ചത്? സ്തോത്രം. കൊരിന്ത്യ സഭയിലെ മ്ലേച്ഛനായ ഒരുത്തനെ അവന്റെ ജനസംഹാരത്തിന് വേണ്ടി പൗലോസ് ആരെ ഏൽപ്പിച്ചത്? സാത്താനെ ഏൽപ്പിച്ചത്. പഴയ നിയമത്തിൽ ആഹാബിന്റെ കാലത്ത് ആഹാബിനെ വശീകരിക്കുവാൻ ദൈവം ആലോചനാ സഭ കൗൺസിൽ വിളിച്ചിട്ട് ആരെ ഏൽപ്പിച്ചത്? ഭോഷ്കിന്റെ ആത്മാവിനെ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവം എന്നെയോ നിങ്ങളെയോ ഉപയോഗിച്ചെന്ന് കരുതി ദൈവിക അംഗീകാരത്തിന്റെ മുദ്രയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവവും നാമും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ ആഴവും ഉറപ്പും ശ്രദ്ധിച്ചുകൊള്ളണം. ദൈവത്തിന് തന്റെ മഹത്വത്തിന് വേണ്ടി ആരെയും ഏത് സൃഷ്ടിയെയും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൽ നാം പുകഴരുത്. വ്യക്തിപര ബന്ധം ദൈവവുമായി സ്ഥാപിക്കൂ. ഹല്ലേലൂയ. ആ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മളുടെ ദൈവത്തിന്റെ ആത്മാ പ്രവർത്തിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം നിർത്തുക. പരിശുദ്ധാത്മാവ്
അപ്പോസ്തലന്മാരിലേക്ക് പ്രവർത്തിച്ചപ്പോൾ യേശുവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാം. യേശു ജഡത്തിലായിരുന്നത് കൊണ്ട് തന്റെ സാന്നിധ്യം പരിമിതമായിരുന്നു. പരിശുദ്ധാത്മാവ് ജഡത്തിൽ അല്ലാതിരുന്നത് കൊണ്ട് തന്റെ സാന്നിധ്യം അപരിമിതമായിരുന്നു. യേശു ജഡത്തിലായിരുന്നത് കൊണ്ട് ചിലർക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ പരിശുദ്ധാത്മാവിനെ പിടികൂടാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യേശു ജഡത്തിലായിരുന്നത് കൊണ്ട് കുറച്ച് ആയുസ് മാത്രമേ ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ പരിശുദ്ധാത്മാവ് ആത്മാവിലായതുകൊണ്ട് 2000 വർഷമായി ഇന്നും അവൻ ഭൂമിയിലുണ്ട്. സ്തോത്രം. മടങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ജഡത്തിലായിരുന്നു, കരം കൊടുക്കേണ്ടി വന്നു. പരിശുദ്ധാത്മാവ് ഇതുവരെ ഒരു ഗവൺമെന്റിലും ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ജഡത്തിലായിരുന്നത് കൊണ്ട് അവർക്ക് അവനെ വിസ്തരിക്കാൻ പറ്റി. പക്ഷേ പരിശുദ്ധാത്മാവിനെ വിസ്തരിപ്പാൻ ഇതുവരെ ഒരു കോടതിക്കും കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ അന്നത്തെ ഭരണകൂടത്തിന് അധികാരികൾക്ക് കഴിഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിനെ ബന്ധിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് കൊണ്ട് അവൻ അത്ഭുതങ്ങളെ ചെയ്ത അപ്പോസ്തലന്മാരെ വസ്ത്രമുറിഞ്ഞ് അടിച്ച് നിലത്തുകൂടെ വലിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. അവരുടെ കൈകൾ ചങ്ങലകളിലാണ്, കാലുകൾ ആമങ്ങളിലാണ്. അവർ വേദന കൊണ്ട് അവർ കരയുകയാണ്. പ്രയാസമുണ്ട്. എങ്കിലും സ്തോത്രം, ഏതൊരു ശക്തി കൊണ്ട് അവരെ അത്ഭുതങ്ങളെ ചെയ്തുവോ ആ ശക്തി അവരെ അടിയേറ്റപ്പോൾ വിട്ടിട്ട് പോയില്ല. അവർ ആ കാലാഗ്രഹത്തിൽ അവൻ ഇടപെടുന്നതിനും മുൻപ് തന്നെ ഈ ആത്മശക്തി അവരോടുകൂടെ അവർക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. Praise the Lord. Praise the Lord. Hallelujah. അത് കേവലം വേദന സഹിക്കുവാൻ കൃപ കൊടുക്കുക മാത്രമായിരുന്നില്ല. അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാരുടെ കൈകാലുകളിലെ ആമങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറുവാനും അവരോടുകൂടെ ബന്ധനസ്ഥരായിരുന്ന മറ്റനേകം കൈദികൾ, അനേകം ജയിൽ പുള്ളികളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനും അത് കാരണമായി തീർന്നുവെങ്കിൽ ഇന്നും പ്രിയരെ, ഞാനും നിങ്ങളും അടയ്ക്കപ്പെടുന്ന ബന്ധനാവസ്ഥകളിൽ നമ്മോടുകൂടെ അവൻ ഇരുമ്പ് കഴുത്തുറങ്ങുകളിലോ അവൻ ഇരുമ്പ് ഓടാമ്പലുകൾക്കകത്തേക്കോ അനുസ്യൂതം കടന്നു വരുവാൻ ആരുടെയും അനുവാദമില്ലാതെ കടന്നു വന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സഹായിപ്പാൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും വ്യാപരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയട്ടെ. ഈ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ നാം കേൾവിക്കാരെ വാഗ്ദത്തങ്ങൾ കൊണ്ട് സുഖിപ്പിക്കുന്നവർ മാത്രമായിരിക്കില്ല. കത്തൻദാസൻ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ എളുപ്പം ഒരു കാര്യം മാത്രം പറഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി 24 നാം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ കൊച്ചു മനുഷ്യൻ 5 അടി പോലും പൊക്കമില്ലാത്ത, അകാലപ്രജ പോലെയുള്ള, കണ്ണിന് അസുഖമുള്ള, അസ്ഥിക്ക് മുഴുപ്പില്ലാത്ത, വാക്ചാതുര്യമില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ പ്രായാധിക്യത്തിലും കൂടെയാണ്, വയസ്സനായി. അതും കൂടാതെ കൈകൾ ചങ്ങലകളായി, ബന്ധനസ്ഥനാണ്. ആ ബന്ധനസ്ഥനായ കൊച്ചു മനുഷ്യൻ വാർദ്ധക്യ സഹജമായ ബലഹീനതകളും ഒക്കെ ഉണ്ട്. തന്നെ എന്തും ചെയ്യുവാൻ അധികാരമുള്ള ഒന്നിലധികം ഭരണാധികാരികൾക്ക് മുമ്പിൽ അവസരം കിട്ടിയപ്പോൾ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം കേട്ടോണ്ടിരുന്ന രാജാക്കന്മാർ ഒരാൾ പറഞ്ഞു, നിർത്ത്, ഇപ്പൊ നിർത്ത, നീ അങ്ങ് പൊക്കോ, സെല്ലിലേക്ക് പൊക്കോ, പിന്നെ സമയമുള്ളപ്പോ നിന്നെ വിളിക്കുക. എന്താ കാര്യം? പൗലോസ് അവരെ സുഖിപ്പിച്ചല്ല പ്രസംഗിച്ചത്. 3 ചിന്താവിഷയങ്ങളാണ് അവൻ പങ്കുവച്ചത്. 1 നീതി, 2 ഇന്ദ്രിയജയം, 3 ന്യായവിധി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തിന്റെ ശക്തി ഒരുവനിൽ വ്യാപരിച്ചാൽ കേവലം എന്റർടൈൻ ചെയ്യുന്ന സന്ദേശമായിരിക്കില്ല, കേവലം എന്റർടൈൻ ചെയ്യുന്ന സൂത്തിങ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ആയിരിക്കില്ല. അവൻ്റെത് പ്രത്യുത കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെത്. ഇന്ന് സഭയിലേക്ക് അനേകരും വരുന്നത് not for instruction but for entertainment, just for soothing. പക്ഷെങ്കിൽ വേണ്ടതെന്താണ്?
confront the people with the messages of sin and salvation. Praise the Lord. Let the people be convicted of sin and let them have the offer of free salvation. പ്രിയരേ, നമ്മുടെ സഭയിലേക്ക് ആളിടിച്ചുകൂടിയതുകൊണ്ട് കാര്യമില്ല. പക്ഷെങ്കിൽ അവർ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അവർ പാപബോധത്തോടുകൂടെ ഈ നാടുകളിൽ നമ്മുടെ സഭയുടെ വാതിലുകളിൽ പോലും അനേകർ വന്ന് കവിണ്ണു വീണ് കരഞ്ഞ് യേശു മാത്രം ദൈവമെന്നും ഞാൻ ഒരു പാപിയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പെന്തക്കോസ്തിന്റെ ശക്തിയുടെ വ്യാപാരമാണ് ഈ കാലങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. കേവലം രോഗസൗഖ്യവും സന്തോഷവും തരുന്നതല്ല. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെയൊക്കെ സഭാ ഹോളുകളുടെ ഒരുപക്ഷെ നാം അവിടെ സ്തോത്രം അകത്ത് ഇവിടുത്തെ ക്രിസ്ത്യൻസ് പറയുക, പാസ്റ്റർ മാത്രം അകത്ത് ഓഫീസിൽ തന്റെ പരിപാടികളുമായി ഇരിക്കുമ്പോഴാകാം വണ്ടി 70-80 മൈൽ സ്പീഡിൽ ഓടിച്ചു പോകുന്ന ഒരു വ്യക്തിക്കും നാം അവിടെ ഇരിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ഓടിച്ചു പോകുന്ന വ്യക്തിക്കും പാപബോധം കൊടുത്തിട്ട് അവർ കടന്നു വരട്ടെ. യേശു മാത്രം രക്ഷിതാവെന്ന് അവർ ഏറ്റു പറയട്ടെ. ഒന്നുമില്ലയോ, നമ്മുടെ ഇടയിൽ നമ്മുടെ യോഗങ്ങളിൽ വരുന്ന എന്തിന് തിരുവത്താഴത്തിൽ പോലും അയോഗ്യമായി കൈനീട്ടുന്നവർക്ക് പാപബോധം ഉണ്ടായിട്ട് അവരെ കവിണ്ണു വീഴുമെന്ന് കരയട്ടെ. ഈ നാടുകളിൽ അങ്ങനെയുള്ള ഒരു പെന്തക്കോസ്തിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ സഭയിൽ ഉണ്ടാകുക, നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുക നാം ആഗ്രഹിക്കുമോ? നമ്മുടെ ശുശ്രൂഷകളിൽ ചിരിച്ച് തുള്ളിയാടുന്ന ജനത്തെയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ശുശ്രൂഷകളിൽ കരഞ്ഞ് അനുവദിക്കുന്ന ജനത്തെയാണ് എനിക്ക് നിങ്ങൾക്ക് ആവശ്യം. ഈ നാടുകളിൽ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങളെയല്ല, കരയിപ്പിക്കുന്ന പ്രസംഗങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. ഈ നാടുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ നമുക്കിടയിൽ പ്രവർത്തിപ്പാൻ ഒരു സെക്കൻഡ് ചാൻസ് ചിലപ്പോ കിട്ടിയില്ലെന്നിരിക്കും, രണ്ടാമത് വിളിച്ചില്ലെന്നിരിക്കും. സാരമില്ല. ഒന്നുകിൽ അവൻ രക്ഷിക്കപ്പെടട്ടെ, ഇല്ലെങ്കിൽ ന്യായവിധിക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ഒരു ആത്മവ്യാപാരത്തിനായി പെന്തക്കോസ്തിന്റെ ശക്തിക്കായി നമുക്ക് നമ്മെ ഒരുക്കാം. ഹല്ലേലൂയ. അത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രിയരെ. സ്തോത്രം. എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഞാൻ ആ വാക്യമെടുത്ത് എന്റെ അനുഭവമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. സ്തോത്രം. ഇന്നും നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ പെറ്റ് വളർത്തിയ എന്റെ അമ്മയുടെ ശരീരം ഫ്രോസൺ ബോഡിയായിട്ട് മോർച്ചറിയിരിക്കുക. എങ്കിലും നിങ്ങളെ അഭിമുഖീകരിപ്പാൻ എന്നെ ശക്തനാക്കിയത് ഈ ശക്തി. ഇങ്ങനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ അനുവർത്തിപ്പാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, 16 വർഷം മുമ്പായിരുന്നു ഈ വാക്കിനോട് സംസാരിച്ചത്. എന്റെ മൂത്ത മകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ എന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചു. കഴിഞ്ഞ 30 വർഷമായി എന്റെ ഡോക്ടറും എന്റെ വക്കീലും എല്ലാം ദൈവമാണ്. വിവാഹം കഴിച്ച ശേഷം എന്റെ ഭാര്യയും ആ തീരുമാനത്തിലേക്ക് എത്തി. കാരണം എന്റെ കുടുംബത്തിൽ തന്നെ 2 കിഡ്നിയും ഫെയിലായി 3 മാസത്തിൽ 3-4 പ്രാവശ്യം മാത്രം യൂറിനേറ്റ് ചെയ്ത ഒരു പെൺകുട്ടി എന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ദൈവം ഒരു ടാബ്ലറ്റോ ഒരു ഡ്രോപ്പ് മരുന്നോ ഒരു സൂചിയോ തൊടാതെ, വൈദ്യശാസ്ത്രത്തിന്റെ യാതൊന്നുമില്ലാതെ 1997 ജാനുവരി മാസം 12-ാം തീയതി വെളുപ്പിന് 5 മണി മുതൽ രാവിലെ 8:30 വരെയുള്ള 3.5 മണിക്കൂർ കൊണ്ട് അവളെ പൂർണ്ണമായും സൗഖ്യമാക്കിയത്. അങ്ങനെയുള്ള അനേക സൗഖ്യങ്ങൾ എന്റെ വൈഫ് കണ്ടപ്പോൾ അവളും പറഞ്ഞു, സ്തോത്രം, ഈ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ എനിക്കും ഈ ദൈവത്തിൽ ആശ്രയിക്കണം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്
2-3 മാസങ്ങളായിട്ടുണ്ടായിരുന്നു.